ശിലയിലും ഒരു ശില്പമുണ്ട്. എത്ര ശിലകളിലെ യഥാർത്ഥ ശില്പം തെളിയുന്നുണ്ട് എന്നതാണ് സാധ്യതയും സമ്പന്നതയും തീരുമാനിക്കുന്നത്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും അവരർഹിക്കുന്ന ചില സത്വങ്ങളുണ്ട്. മറഞ്ഞിരിക്കുന്നവ പുറത്തേക്കെടുക്കുമ്പോഴും തകരാറുള്ളവ ചെത്തി മിനുക്കുമ്പോഴും തിളക്കമില്ലാത്തവയ്ക്ക് നിറം പകരുമ്പോഴുമാണ് അവയ്ക്ക് പൂർണ്ണത കൈവരിക. അത്തരം പുനർനിർമ്മിതികളോടുള്ള സഹകരണമാണ് ഓരോരുത്തരുടെയും നിലയും നിലവാരവും തീരുമാനിക്കുന്നത്. എല്ലാറ്റിനും വളർച്ചയുണ്ട്. അത് തനിച്ചും അപരസഹായത്തോടെയും സംഭവിക്കുന്നതാണ്. എല്ലാ കാര്യവും മുൻകൂട്ടി കണ്ട് സ്വയം തിരിച്ചറിഞ്ഞും രൂപപ്പെടുത്താൻ ആർക്കുമാകില്ല. ചുറ്റുമുള്ളവർക്കും മുൻപേ സഞ്ചരിച്ചവർക്കും ചില ഉൾക്കാഴ്ചകളും നിർദ്ദേശങ്ങളുമുണ്ടാകും. അവയോട് പക്വതയോടെ പ്രതികരിക്കാൻ കൂടിയുള്ള കഴിവാണ് വളർച്ചയുടെ ആഴവും പരപ്പും തീരുമാനിക്കുന്നത്. അതിമനോഹരമായ തീരങ്ങളിലേക്കുള്ള എല്ലാ യാത്രയും അതിൻ്റേതായ പ്രയത്നവും പീഡയും ആവശ്യപ്പെടുന്നുണ്ട്. അതിന് തയ്യാറുള്ളവർ മാത്രമാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ സാധ്യതകളിലേക്കെത്തുക. അല്ലാത്തവരെല്ലാം തത്സമയ സുഖങ്ങൾ ആസ്വദിച്ച് സ്വയം നശിപ്പിക്കും. ഒരേ ശേഷിയുള്ളവർ വിവിധ രൂപങ്ങളിലേക്കെത്തുന്നതിൻ്റെ കാരണം മനോഭാവത്തിലും പ്രതികരണത്തിലുമുള്ള വ്യത്യാസമാണ്. ആർക്കും ആരെയും അതിക്രമിച്ച് കയറി നന്നാക്കാനാകില്ല. എത്താവുന്നിടത്തേക്ക് വിരൽ ചൂണ്ടാനും വഴിയൊരുക്കാനും മാത്രമേ മാർഗദർശികൾക്ക് കഴിയൂ. സഞ്ചാരം സ്വയം ഉത്തരവാദിത്തമാണ്. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഷഹീൻ എസ്. നന്ദി, നമസ്കാരം. വാക്കുകൾക്ക് കടപ്പാട്.